നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ഓർമ്മകളിൽ ഉമ്മൻചാണ്ടി. ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ്. ദേശീയപാത മരത്താക്കരയിൽ ടോറസ് ലോറിക്ക് പിന്നിൽ KSRTC ബസ്സിടിച്ച് 9 പേർക്ക് പരിക്ക്. ബസ് ഡ്രൈവറുടെ കാലിന് ഗുരുതരമായി പരിക്ക്. ചെങ്ങാലൂരിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കണ്ടെത്തി. പരിശോധന തുടരുമെന്ന് പഞ്ചായത്ത് അംഗം. ആളൂരിൽ ബാറിൽ നിന്ന് 85,400 രൂപ മോഷ്ടിച്ച കേസിൽ ഒരാൾ പിടിയിലായത് ബാറിലെ മുൻ അക്കൗണ്ടന്റ്. വിശദമായ വാർത്തകളിലേക്ക്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നേതാക്കളായ MP വർഗീസ് മണിയാക്കു, K രാജേശ്വരി, ഭാഗ്യവതി ചന്ദ്രൻ, ഡേവിസ് W, അക്കര, ആന്റണി കുറ്റുകാരൻ, O വിജയൻ, സന്തോഷ് പറേക്കാടൻ, TT ബെന്നി, സിനി ബിജു, ലിറ്റി മെജോ, റോസ്മേരി, സനൽ മന്നളി, ചന്ദ്രൻ പുതിയടത്ത്, മനോജ്, അഭിജിത്ത്, ആൽബിൻ, ഹരൺ എന്നിവർ സന്നിഹിതരായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ അനുസ്മരണ സമ്മേളനം നടത്തി. DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം TM ചന്ദ്രൻ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷാഫി കല്ലുപറമ്പിൽ, ജോൺ വട്ടക്കാവിൽ, നൈജോ ആൻഡോ, സീറ്റ് സാദത്ത, മോളി തോമസ്, ലിനോ മൈക്കിൾ, സിബി ചെറുപറമ്പൻ, സിജി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. നൂർജഹാൻ നവാസ്, ജിനേഷ് വെട്ടിയാട്ടിൽ, സജീവൻ കൈപ്പിള്ളി, ഷാജു പൂക്കോടൻ, സതീഷ് ഇല്ലത്തുപറമ്പിൽ, സിജിൽ ചന്ദ്രൻ, തോമസ് കാവുങ്ങൽ, സന്തോഷ് കാവനാട്, സൂരജ് കുണ്ടനി, ബേബി കണ്ണമ്പടത്തി, ജയ്സൺ പീഡിയേക്കൽ, ഭഗവത് സിംഗ്, ആദിൽ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. വളരെയധികം മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തെ തളർത്തുന്ന രീതിയിൽ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് വരാൻ വളരെ ശക്തമായ രീതിയിൽ നല്ല കോൺഫിഡൻസോട് കൂടി ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് വരാൻ പറ്റുന്ന പ്രവർത്തനം ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്ക് തെളിയിച്ചു കഴിഞ്ഞുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഒന്നുകൂടെ അത്തരം കാര്യം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാമത് ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് സുനിൽ മുളങ്ങാട്ടുകര അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KL ജയ്സൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്ത് സന്നിഹിതരായി. ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. പണമില്ലാതെ വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത രോഗിയായ കുടുംബത്തിന് 1 ലക്ഷം രൂപ ധനസഹായവും ചികിത്സാ സഹായ വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ ചെറിയ ചീനപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുനിൽ മുളങ്ങാട്ടുകര, KT ടോമി, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, ജിഷ ഡേവിസ്, സജിത രാജീവ്, വിനോജ് ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. ദേശീയപാത മരത്താക്കരയിൽ ടോറസ് ലോറിക്ക് പിന്നിൽ KSRTC ബസ്സിടിച്ച് ബസ് യാത്രക്കാരായ 9 പേർക്ക് പരിക്ക്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ശനിയാഴ്ച രാവിലെ 10:15 സംഭവം. ചേർത്തലയിൽ നിന്നും പഴനിക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ടോറസ് ലോറിക്ക് മുന്നിൽ പോകുകയായിരുന്ന പിക്കപ്പ് വാൻ അപ്രതീക്ഷിതമായി നിർത്തിയതോടെ പിന്നിൽ വന്ന ടോറസ് ലോറിയും KSRTC ബസ്സും അപകടത്തിൽപ്പെടുകയായിരുന്നു. പരിക്കേറ്റ പറപ്പുകര കരവെട്ട് പ്രിയ, കുറ്റിക്കാട് മാടാനി സിൽജോ, അന്നമനട ചെമ്പിക്കാടൻ ആഷയുടെ മകൾ സ്മൃതി എന്നിവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവർ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ബസ് ഡ്രൈവറുടെ കാലിന് ഗുരുതരമായി പരിക്കുണ്ട്. അപകടത്തിൽപ്പെട്ട ബസ്സിൽ 44 യാത്രക്കാർ ഉണ്ടായിരുന്നു. ബസ്സിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ദേശീയപാതയിൽ അപകടത്തെ തുടർന്ന് അല്പസമയം ഗതാഗത തടസ്സമുണ്ടായെങ്കിലും പോലീസും നാട്ടുകാരും ചേർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഒല്ലൂർ എസ്റ്റേറ്റിന് സമീപം ബൈക്കും സ്കൂട്ടറുകളും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്.
അപകടത്തിൽ പരിക്കേറ്റ PR പടി മാരാത്ത് രേഷ്മ, കുറ്റിക്കാട് ചെമ്മിനിയാടൻ സുജിത്, കോടാലി തൊട്ടപ്പള്ളി രാജൻ എന്നിവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെങ്ങാലൂരിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കണ്ടെത്തി. രണ്ടാംകല്ല് കീഴാറ റോഡിലെ ഒരു മതിലിലാണ് ഒച്ചിനെ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അംഗം ജോയ് മന്നലി സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ 3 ആഫ്രിക്കൻ ഒച്ചുകളെ കൂടി കണ്ടെത്തി. തുടർന്ന് ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം കണ്ടെത്തിയ ഒച്ചുകളെ നശിപ്പിക്കുകയും ചെയ്തു. പ്രദേശത്ത് കൂടുതൽ ഒച്ചുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി പരിശോധന തുടരുമെന്ന് പഞ്ചായത്ത് അംഗം ജോയ് മന്നലി അറിയിച്ചു. ആഫ്രിക്കൻ ഒച്ചുകൾ കൃഷിക്കും പരിസ്ഥിതിക്കും ഭീഷണിയാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് CNG വില വീണ്ടും വർദ്ധിപ്പിച്ചു. കിലോയ്ക്ക് ₹1.50 ശനിയാഴ്ച മുതൽ കൂട്ടിയത്. ഇതോടെ കേരളത്തിൽ 1 കിലോ CNGയുടെ വില 101 രൂപയായി. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് നേരത്തെയും CNG വില പലതവണ വർദ്ധിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സാധാരണക്കാർക്ക് വീണ്ടും വിലക്കയറ്റത്തിന്റെ തിരിച്ചടി. പെട്രോൾ ഡീസൽ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷ നേടാൻ CNG വാഹനങ്ങളിലേക്ക് മാറിയ സ്വകാര്യ വാണിജ്യ വാഹനോടമകൾക്കും ഡ്രൈവർമാർക്കും പുതിയ വർധനവ് കൂടുതൽ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ജൂലൈ 20 പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാനിരിക്കെ രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ഉയർന്നിരുന്നെങ്കിലും ഇതു സംബന്ധിച്ച പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $120 മുകളിലെത്തിയപ്പോൾ രാജ്യത്ത് ഇന്ധനവില ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് എണ്ണവില ബാരലിന് $70 താഴെ എത്തിയിട്ടും അതിന്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് ലഭിച്ചിട്ടില്ലെന്ന വിമർശനം ശക്തമാണ്. ഇന്ധനവില കുറയ്ക്കാൻ കമ്പനികൾ തയ്യാറാകാത്തതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധവും ഉയരുന്നുണ്ട്. ആളൂർ കല്ലട ഹോളിഡേ ഇൻ ബാറിൽ നിന്ന് 85,400 രൂപ മോഷ്ടിച്ച കേസിൽ മുൻ അക്കൗണ്ടന്റിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് മുതപ്പല്ലൂർ ചെല്ലപ്പടി സ്വദേശി 29 വയസ്സുള്ള കൃപദാസാണ് പിടിയിലായത്. ബാറിൽ 3 മാസത്തോളം ജോലി ചെയ്തിരുന്ന ഇയാൾ മോഷണത്തിന് ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. 2026 ജൂൺ 13 പുലർച്ചെ 1:15 ബാറിലെ അക്കൗണ്ട് റൂമിൽ അതിക്രമിച്ച് കയറിയാണ് പ്രതി പണം കവർന്നത്. മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന തുകയാണ് ഇയാൾ മോഷ്ടിച്ചത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട്ടിലെ ചെന്നൈക്ക് സമീപമുള്ള തിരുമുല്ലൈവായൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഷിബു, ജയകുമാർ, CPOമാരായ ഡാനിയൽ, ഹരികൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം അമ്മ നടത്തിയ മന്ത്രവാദമാണെന്നാരോപിച്ച് പ്രായമായ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച മകൻ അറസ്റ്റിൽ. ചേറ്റുവ ഏങ്ങണ്ടിയൂർ സ്വദേശി തുളസിയെ ആക്രമിച്ച സംഭവത്തിൽ മകൻ മനോജിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂലൈ 6 രാത്രി 10 മണിയോടെ ചേറ്റുവയിലുള്ള തറവാട് വീട്ടിലായിരുന്നു സംഭവം. കസേരയിലിരിക്കുകയായിരുന്ന അമ്മയെ മകൻ ബലം പ്രയോഗിച്ച് താഴെയിടുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇതിനിടെ തുളസിയുടെ ഇടതുകൈ പിടിച്ചു തിരിച്ച് ഒടിക്കുകയും കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുകയുമായിരുന്നു. നേരത്തെയും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2025 സ്വന്തം ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും 2024 വാർഡ് മെമ്പറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും മനോജ് പ്രതിയാണ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI ലാൽസൺ, ASI കാജ ഹുസൈൻ, ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ റിഷാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കർക്കടക മാസത്തിലെ നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി കൂടൽമാണിക്യം ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തർക്ക് സേവാഭാരതി ഒരുക്കുന്ന അന്നദാനത്തിനായി അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘം ഇരിങ്ങാലക്കുട മേഖല വിവിധ ഭക്ഷ്യവസ്തുക്കളും പച്ചക്കറികളും സമാഹരിച്ച് കൈമാറി. പരിപാടിയുടെ ഭാഗമായി 45 കായ്ക്കുല, 20 നാളികേരം, 150 കിലോ കൊള്ളി, 32 കിലോ ഉണക്കപ്പയർ കൂടാതെ 250 കിലോ പച്ചക്കറികൾ എന്നിവ സേവാഭാരതിക്ക് കൈമാറി. അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സന്ദീപ് നെടുമ്പാളിനെ ചടങ്ങിൽ ആദരിച്ചു. നെല്ലായി പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 12ാമത് ഞാറ്റുവേല കാർഷികോത്സവം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് R നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. +2 SSLC പരീക്ഷകളിൽ ഫുൾ A+ നേടിയ കുട്ടികൾക്കുള്ള അനുമോദനം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
സംഘത്തിൽ ആരംഭിക്കുന്ന സ്വർണ്ണപ്പണ്ടം വായ്പാ ഉദ്ഘാടനം സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ പി രാമചന്ദ്രൻ നിർവഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള പുരസ്കാരം താമരച്ചാൽ പാടശേഖര സമിതി സെക്രട്ടറി MV നാരായണന് മന്ത്രി സമ്മാനിച്ചു. നടീൽ വസ്തുക്കൾ അടക്കമുള്ള 10 സ്റ്റാളുകളും കാർഷിക സർവകലാശാലയുടെ സഞ്ചരിക്കുന്ന വിത്തുവണ്ടിയും കാർഷികോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൊടകര നേത്രജ്യോതി കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പും നടത്തി. പഞ്ചായത്ത് അംഗം KK രാജൻ, സംഘം വൈസ് പ്രസിഡന്റ് MA ജോൺസൺ, സെക്രട്ടറി നിഷ ജയരാജ് എന്നിവർ പ്രസംഗിച്ചു. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിലെ ഉണ്ണീശോയുടെ പ്രതിഷ്ഠ ഊട്ടുതിരുനാളിന് കൊടിയേറി. തൃശൂർ അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ പോൾ മുട്ടത്ത് കൊടിയേറ്റ് കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഉണ്ണീശോയോടുള്ള 9ാം വ്യാഴം തിരുകർമ്മങ്ങൾ, ഊട്ടുനേർച്ച എന്നിവ നടന്നു. വികാരി ഫാദർ ജിൻഡോ കുറ്റിക്കാട്ടിന്റെ നേതൃത്വത്തിൽ കൈക്കാരന്മാരായ റോണി ജെയിംസ് ചിറേത്ത മന്നിയിൽ, ബാബു ചെറു, ജോസ് വെളിയൻ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ജോഷി ആന്റണി മന്നളി എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷ്ഠ ഊട്ടുതിരുനാൾ ജൂലൈ 26-ന് ആഘോഷിക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എറണാകുളം PMLA കോടതിയിൽ ഹാജരാകുമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. നിയമത്തെ മാനിക്കും. കേന്ദ്ര ഏജൻസിയായ ED കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPMനെ 68ാം പ്രതിയാക്കിയത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യ വിശ്വാസികൾ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കണം. ചില വ്യക്തികൾ നടത്തിയ കള്ളപ്പണ ഇടപാടിൽ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിചേർക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. കള്ളപ്പണ കേസിൽ ED കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ്. BJP നേതാക്കൾ പങ്കാളികളായ കൊടകര കള്ളപ്പണ കേസിൽ ED എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും CPM ജില്ലാ സെക്രട്ടറി ചോദിച്ചു. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ കർക്കിടക മാസാചരണം നടത്തി. ദശപുഷ്പങ്ങൾ പരിചയപ്പെടൽ, രാമായണ പാരായണം, ഔഷധക്കഞ്ഞി, പത്തിലത്തോരൻ എന്നിവയുടെ വിതരണം നടത്തി. കൂടാതെ ആയുർധാര പരിപാടിയുടെ ഭാഗമായി മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. ഡോക്ടർ K ദിൽഷ, OS കീർത്തി എന്നിവർ ക്ലാസ് നയിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളും മെഡിമിക്സ് ആയുർവേദിക് ഗ്രൂപ്പും സംയുക്തമായി ലഹരി വിമുക്ത സമൂഹത്തിനായി SRKVN തൂഫാൻ ഫണ്ട് 2026 വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി KS സുകേഷ് അധ്യക്ഷനായി. AVA ഗ്രൂപ്പ് MD AV അനൂപ് മുഖ്യാതിഥിയായിരുന്നു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ് കുട്ടികൾക്ക് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിമുക്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സ്കൂൾ മാനേജർ C രാകേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി മോഹനൻ വടക്കേടത്ത്, രജത് നാരായണൻ, K രവീന്ദ്രൻ, ഷാജു കളരിക്കൽ എന്നിവർ പ്രസംഗിച്ചു. ലഹരി വിരുദ്ധ സന്ദേശവുമായി AVA സംവിധാനം ചെയ്ത അനന്തത്തിലേക്ക് എന്ന ഹസ്ത്രചിത്രം കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായിരുന്നു. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാമൃത്യുജയ ഹോമം, വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചന എന്നിവയും നടത്തുന്നതാണ്. തിങ്കളാഴ്ച മുതൽ രാമായണ പാരായണവും ഉണ്ടായിരിക്കുന്നതാണ്. പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 177ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ കൊടകര ശാന്തി ഹോസ്പിറ്റലുമായി ചേർന്ന് സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആമ്പല്ലൂർ വ്യാപാര ഭവനിലാണ് ക്യാമ്പ്. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ആമ്പല്ലൂർ യൂണിറ്റ് പ്രസിഡന്റും സ്റ്റേറ്റ് കൗൺസിൽ അംഗവുമായ ജോയ് പാണ്ടാരി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ സെക്രട്ടറിയുമായ PG രഞ്ജിമോൻ മുഖ്യാതിഥിയായിരിക്കും. കാഞ്ചി കാമകോടി പീഠാധിപതി വിജയേന്ദ്ര സരസ്വതി ശങ്കരാചാര്യ സ്വാമികൾ ഞായറാഴ്ച തൃശൂരിലെത്തും. രാവിലെ 8 മണിക്ക് പൂങ്കുന്നം സെന്ററിൽ നിന്നും ശങ്കരാചാര്യ സ്വാമികളെ വാദ്യമേളത്തിന്റെയും വേദഘോഷത്തിന്റെയും അകമ്പടിയോടെ സ്വീകരിച്ച് അഗ്രഹാരത്തിലൂടെ സീതാരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. ക്ഷേത്ര ദർശനത്തിന് ശേഷം ശങ്കരാചാര്യ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് CDS മേൽനോട്ടത്തിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന വനിതാ ജിമ്മിലേക്ക് താൽക്കാലിക ട്രെയിനർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഫിസിക്കൽ ഫിറ്റ്നസിൽ അംഗീകൃത കോഴ്സ് സർട്ടിഫിക്കറ്റുള്ള 21-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ജോലിയിൽ മുൻപരിചയമുള്ളവർക്കും സുംബ ഡാൻസിൽ പരിശീലനം നൽകാൻ കഴിയുന്നവർക്കും മുൻഗണന. പ്രതിമാസം 17,000 രൂപ വേതനം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 25 ഉച്ചതിരിഞ്ഞ് 3 മണി വരെ.
മറ്റത്തൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിലൂടെ കടന്നുപോകുന്ന കോടാലി സെന്റർ കടമ്പോട് മാങ്കുറ്റിപ്പാടം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജൂലൈ 20 മുതൽ ഒരു മാസത്തേക്ക് ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,135 രൂപയും പവന് 1,05,080 രൂപയും രേഖപ്പെടുത്തി. തൃക്കൂർ അത്താണി തുലാപ്പറമ്പിൽ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ രാവിലെ 10-ന് മതിക്കുന്ന് ശാന്തി തീരത്ത്. സുരേഷ്, ഗീത, ബാബു എന്നിവർ മക്കളും ജയ, ജയൻ, ജിജി എന്നിവർ മരുമക്കളുമാണ്. നെല്ലായി പോങ്കോത്ര കൂടപ്പറമ്പിൽ ചന്ദ്രൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാരദയാണ് ഭാര്യ. ബിന്ദു, പ്രീതി, പ്രദീപ് എന്നിവർ മക്കളും സുധാകരൻ, ഷാജു, പ്രീമ എന്നിവർ മരുമക്കളുമാണ്. വാസുപുരം വെങ്ങണിക്കാടൻ ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ രാവിലെ 11-ന് വീട്ടുവളപ്പിൽ. തൃശൂർ ഇന്ത്യൻ കോഫി ബോർഡിലെ മുൻ ഡയറക്ടർ ബോർഡ് അംഗവും തൃശൂർ ഇന്ത്യൻ കോഫി ഹൗസിലെ റിട്ടയേർഡ് സീനിയർ മാനേജറുമായിരുന്നു. വിലാസിനിയാണ് ഭാര്യ. ഗിൻഷ, ജിജോ എന്നിവർ മക്കളും ശുഭ, സൗമ്യ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓർമ്മകളിൽ ഉമ്മൻചാണ്ടി. ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ്. ദേശീയപാത മരത്താക്കരയിൽ ടോറസ് ലോറിക്ക് പിന്നിൽ KSRTC ബസ്സിടിച്ച് 9 പേർക്ക് പരിക്ക്. ബസ് ഡ്രൈവറുടെ കാലിന് ഗുരുതരമായി പരിക്ക്. ചെങ്ങാലൂരിൽ ആഫ്രിക്കൻ ഉച്ചിന്റെ സാന്നിധ്യം കണ്ടെത്തി. പരിശോധന തുടരുമെന്ന് പഞ്ചായത്ത് അംഗം. ആളൂരിൽ ബാറിൽ നിന്ന് 85,400 രൂപ മോഷ്ടിച്ച കേസിൽ ഒരാൾ പിടിയിലായത് ബാറിലെ മുൻ അക്കൗണ്ടന്റ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.